ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. ആശ്രയ ടി വിയുടെ എല്ലാ പ്രേക്ഷകരെയും ജീവൻ്റെ വഴി പ്രോഗ്രാമിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വീണ്ടും വരുന്ന യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. നാം അനുദിനം ദൈവവചനം വായിക്കുകയും വ്യത്യസ്തമായ മീഡിയകളിൽ കൂടിയൊക്കെ ദൈവത്തിൻ്റെ വചനം കേൾക്കുകയും ചെയ്യുന്നവരാണ്. കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്, ദൈവിക വിടുതലിന്, ആശ്വാസങ്ങൾക്ക് കാരണമായി തീരട്ടെ. ഈ പകലിലും അല്പ സമയ ചിന്തയ്ക്കായിട്ട് യാക്കോബിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. 3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അപ്പോസ്തലനായ യാക്കോബ് ദൈവവിശ്വാസികളിലെ ദൈവജനത്തെ അനവധി കാര്യങ്ങൾ ഓർപ്പിച്ചുണർത്തുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായൊരനുഭവം പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ ഒരു ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ പ്രാർത്ഥിക്കേണ്ടുന്ന ചില ആവശ്യകതകളെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. മറ്റ് ഇതര ലേഖനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പൊതുലേഖനങ്ങളിൽപ്പെടുന്ന ലേഖനത്തിൽ അപ്പോസ്തലനായ യാക്കോബ് വിശ്വാസത്തെ അത് പ്രവൃത്തിയാൽ തെളിയിക്കണമെന്നൊക്കെ ഊന്നി പറയുന്നതായിട്ട് കാണാൻ കഴിയും. വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തെ ഹൃദയത്തിലും വാക്കിലും ഒതുക്കുകയല്ല, ആ വിശ്വാസത്തെ പ്രവൃത്തി കൊണ്ട് തെളിയിക്കണം. കർത്താവിൽ വിശ്വസിക്കുന്ന ഓരോ ദൈവത്തിൻ്റെ പൈതലിൻ്റെ പ്രവൃത്തിയിൽ ആ ദൈവവിശ്വാസത്തിൻ്റെ പ്രതിഫലനങ്ങൾ കാണണമെന്ന് യാക്കോബ് അപ്പോസ്തലൻ ആഗ്രഹിക്കുകയാണ്. അത് തൻ്റെ എഴുത്തുകളിൽ കൂടെ താനത് വെളിപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. ഇവിടെ 5-ാം അധ്യായം 13 തൊട്ടുള്ള വാക്യങ്ങളിൽ ആര് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ആ പ്രാർത്ഥനയുടെ പരിണിത ഫലം എന്താണ് എന്നൊക്കെ താൻ രേഖപ്പെടുത്തിയിട്ട് പഴയ നിയമഭക്തനായ പ്രവാചകനായ ഏലിയാവിൻ്റെ പ്രാർത്ഥനയെ മുൻനിർത്തിക്കൊണ്ട് ആ പ്രാർത്ഥന എന്തായിരുന്നു, അതിൻ്റെ പരിണിത ഫലം എന്താണെന്ന് യാക്കോബിയുടെ ചുരുക്കം വാക്കുകളിൽ കൂടെ വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. 13-ാം വാക്യത്തിൽ നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. കഷ്ടത അനുഭവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന, കഷ്ടങ്ങളിൽ നിന്ന് നീക്കുപോക്ക് കൽപ്പിപ്പാൻ കഴിയുന്ന ഒരുവൻ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. അതുകൊണ്ട് വ്യക്തിപരമായൊരു പ്രാർത്ഥന കഷ്ടമനുഭവിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകണം എന്നാണ് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ മറ്റു പലരോടും പ്രാർത്ഥന അപേക്ഷിക്കുന്നത് തെറ്റല്ല. മറ്റു പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതല്ലോ എന്നോർത്ത് അതിലാശ്വസിക്കുക മാത്രമല്ല, കഷ്ടമനുഭവിക്കുന്ന ഓരോ വ്യക്തിയും തങ്ങൾ സ്വയമായി തങ്ങളുടെ കഷ്ടങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകളെ മടപ്പാൻ ദൈവത്തിനെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളിൽ കഷ്ടമനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് പകൽ നമ്മുടെ പ്രാർത്ഥനയ്ക്കൊരു കാരണം നമ്മുടെ കഷ്ടതയാകാം. കഷ്ടതയുടെ നടുവിലും പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകും. കഷ്ടങ്ങളിൽ നിന്ന് കർത്താവ്
ഉദ്ധാരം നൽകുവാൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം മതിയായവനാണ്. 2:14 വാക്യം വായിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളുടെ കാരണം നമ്മുടെ ദീനമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ രോഗമായിരിക്കാം. ആ ദീനങ്ങളുടെ നടുവിൽ ഏകനായുള്ള പ്രാർത്ഥന ശരിയായി ഫലിക്കുന്നില്ല, അല്ലെങ്കിൽ ദീർഘനാളായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു, അതുകൊണ്ട് പ്രാർത്ഥന നിർത്തുകയല്ല. സഭയോടുള്ള ബന്ധത്തിൽ സഭയ്ക്കൊരു ഉത്തരവാദിത്തമുണ്ട്. കൂട്ടുവിശ്വാസികൾക്ക് ദൈവജനത്തിനൊരു ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് കൂടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന അത് വളരെ ഫലം ചെയ്യും എന്ന് തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. സഭയുടെ പ്രാർത്ഥന, മൂപ്പന്മാരുടെ പ്രാർത്ഥന, സഭയുടെ ശുശ്രൂഷകന്മാരുടെ പ്രാർത്ഥന കൂട്ടുവിശ്വാസിക്ക് ആശ്വാസത്തിന്, അനുഗ്രഹത്തിന്, വിടുതലിന് അത് കാരണമാണ്. ഏകനായി നാം പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ സഭയായിട്ടുള്ളൊരു പ്രാർത്ഥന അത് വിശ്വാസത്തോടെ ആയിരിക്കണം, സംശയിക്കാതെ ആയിരിക്കണം ആ പ്രാർത്ഥന നാം ദൈവത്തിൽ കഴിക്കുന്നത്. അതുമാത്രമല്ല, ആ പ്രാർത്ഥനയുടെ മറ്റു തലം തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ക്ഷമിച്ച് ക്ഷമ ചോദിച്ചുമൊക്കെയുള്ള ഒരു പ്രാർത്ഥനയുടെ മറ്റൊരു തലത്തെ യാക്കോബ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ പ്രാർത്ഥനയുടെ ആ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നീതിമാൻ്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന അത് ഫലം ചെയ്യും. ആ പ്രാർത്ഥനയ്ക്കൊരു ഫലമുണ്ട്, ആ പ്രാർത്ഥനയ്ക്കൊരു ഉത്തരമുണ്ട് എന്നാണ് ലേഖനകർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ വ്യക്തിയെ യേശു സൗഖ്യമാക്കിയെങ്കിലും അവൻ്റെ വിശ്വാസത്തെ, അവൻ്റെ സൗഖ്യത്തെയൊക്കെ പുരോഹിതന്മാരും അന്നത്തെ ന്യായശാസ്ത്രികളൊക്കെ യഹൂദന്മാരൊക്കെ ചോദ്യം ചെയ്തപ്പോൾ നിങ്ങൾക്ക് യേശുവിൻ്റെ ശിഷ്യനാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുക മാത്രമല്ല, അതിന് 30-31 വാക്യത്തിൽ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായി സൗഖ്യം പ്രാപിച്ചവൻ അവരോട് ചോദിക്കുന്നത്, ഈ ലോകമുണ്ടായ കാലത്തോളം ദൈവം ആരുടെ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്? നീതിമാനായ അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന അവൻ കേൾക്കുന്നു, അല്ലാത്തവരുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നില്ല, പാപിയുടെ പ്രാർത്ഥന അവൻ കേൾക്കുന്നില്ല എന്നൊക്കെ അവർ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നീതിമാൻ്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. എന്നിട്ട് പഴയ നിയമത്തിൽ നിന്നൊരു ഉദാഹരണം താൻ ചൂണ്ടിക്കാണിക്കുകയാണ്. നമുക്ക് സമസ്വഭാവമുള്ള ഒരു വ്യക്തിയാണ്, അത് ഏലിയാവാണ്. ആ ഏലിയാവിൻ്റെ ശ്രേഷ്ഠത, അനവധി ഗുണങ്ങൾ പഴയ നിയമത്തിൽ നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ് ഒന്ന്, താൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്, ദൈവത്തെ സേവിക്കുന്നവനായിരുന്നു എന്ന് തൻ്റെ വാക്കുകളിൽ കൂടെ നമുക്ക് കാണാൻ കഴിയും. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങൾ ആരംഭിക്കുന്നത്, ഞാൻ സേവിച്ച് നിൽക്കുന്ന യഹോവയാണ്, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല എന്നൊക്കെ പറയുന്ന അവൻ താൻ ദൈവത്തെ സേവിക്കുന്നവനാണ്. ആഹാബും രാജാവും ഒക്കെ ദൈവത്തെ സേവിക്കുന്നതിന് വിട്ട് ബാലിൻ്റെയും അശേര പ്രതിഷ്ഠകളൊക്കെ നിർമ്മിച്ച് അവയുടെ മുമ്പിൽ ആരാധിക്കുകയും യാഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ രാജാവ് മാറിപ്പോയാലും രാജ്യത്തിലുള്ള പ്രമുഖർ മാറിപ്പോയാലും ഒരു ഭക്തനെ സംബന്ധിച്ച്
താൻ ആരെയാണ് സേവിക്കുന്നതെന്നുള്ള ഒരു ഉത്തമ ബോധ്യം ഏലിയാവിനുണ്ടായിരുന്നു. തലോട്ട് ആ പുസ്തകങ്ങളൊക്കെ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഏലിയാവിൻ്റെ ഗുണങ്ങളിൽ താൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നവനായിരുന്നു, ആ ദൈവശബ്ദം അനുസരിക്കുന്നവനായിരുന്നു, താൻ ദൈവത്തെ ആരാധിക്കുന്നവനായിരുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവനായിരുന്നു, ദൈവാത്മാവുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ മുൻഗാമിയായി വഴിയൊരുക്കുവാനായി നിയമിക്കപ്പെട്ട സ്നാപക യോഹന്നാനെക്കുറിച്ച് തിരുവെടുത്ത് പഠിക്കുമ്പോൾ അവൻ്റെ ജനനത്തിൽ തന്നെ, അല്ലെങ്കിൽ അവൻ ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ തന്നെ അവൻ ആത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. അവനെക്കുറിച്ചുള്ള പ്രവചനം അവൻ ഏലിയാവിൻ്റെ ആത്മാവോടുകൂടെ ശുശ്രൂഷ ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഏലിയാവിന് തൻ്റെ തലമുറയിൽ തന്നെ വ്യത്യസ്തനാക്കിയ ആ സ്വഭാവത്തിൻ്റെ ശ്രേഷ്ഠത അവനിൽ വ്യാപരിച്ച ദൈവാത്മാവിൻ്റെ ആ നിറവായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ആ നിറവ് ദൈവശബ്ദം കേൾക്കുന്നതിനും അനുസരിക്കുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകളെ മടക്കുവാൻ അവനെ പ്രാപ്തീകരിച്ചു എന്ന് തിരുവെടുത്ത് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ അപ്പോസ്തലനായ യാക്കോബ് വിശ്വാസ സമൂഹത്തെ പ്രാർത്ഥനയുടെ ആ അനുഭവത്തെ ഓർപ്പിച്ചുണർത്തുമ്പോൾ, ഒരു വ്യക്തി അവൻ്റെ കഷ്ടങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു സഭ അല്ലെങ്കിൽ സഭയുടെ നേതൃത്വം വഹിക്കുന്നവർ ദീനമായി കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണമെന്നൊക്കെ അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തിയിട്ട് ആ പ്രാർത്ഥനയ്ക്കൊരു ഉദാഹരണം അല്ലെങ്കിൽ അതിനൊരു മാതൃകയായിട്ട് പഴയ നിയമ ഭക്തനായ പ്രവാചകനായ ഏലിയാവിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17 തൊട്ടുള്ള അധ്യായങ്ങളിൽ പ്രവാചകനായ ഏലിയാവിൻ്റെ ജീവിത ചരിത്രത്തെയും ആ ജീവചരിത്രത്തിൽ തൻ്റെ പ്രാർത്ഥന അനുഭവങ്ങളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഏലിയാവിൻ്റെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന ആ വ്യത്യസ്തമായ സ്വഭാവവിശേഷത ഒന്ന് താൻ ദീർഘസമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ പലപ്പോഴും സമയം കണ്ടെത്തി എന്നുള്ളതാണ്. കർമ്മേൽ പർവ്വതത്തിൽ തൻ്റെ പ്രാർത്ഥന എത്ര സമയം താൻ പ്രാർത്ഥിച്ചു എന്നൊന്നും നമുക്ക് സമയം ക്ലിപ്തമല്ല, എങ്കിലും നമുക്കൊരു ഏകദേശം ഒരു ധാരണ നമുക്ക് ലഭിക്കുന്നത് തൻ്റെ മുഴങ്കാലുകളുടെ ഇടയിൽ തൻ്റെ തല വെച്ചുകൊണ്ട് താൻ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ശിഷ്യനെ കടൽക്കരയിലേക്ക് അയക്കുന്നൊരു അനുഭവം നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രാവശ്യം താൻ കടന്നുപോയി തിരിച്ചു വന്നു. അങ്ങനെ 6 പ്രാവശ്യം കടൽക്കരയിൽ തൻ്റെ ഭൃത്യനെ അയച്ച് മടങ്ങി വരുമ്പോൾ മഴയുടെ ലക്ഷണമോ അതിനെക്കുറിച്ചുള്ളൊരു സൂചന പോലും തനിക്ക് ലഭിക്കുന്നില്ല. എങ്കിലും താൻ വീണ്ടും വീണ്ടും ഒരാവർത്തിയല്ല, 6 ആവർത്തിയല്ല 7 ആവർത്തി താൻ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. 7-ാം പ്രാവശ്യം പോയിട്ട് തൻ്റെ അടുക്കൽ കടന്നു വരുന്ന ശിഷ്യൻ തന്നോട് പറയുന്നത്, ഞാൻ കൈപ്പത്തിയോളമുള്ളൊരു മേഘം കാണുന്നു എന്നാണ്. എന്നാൽ ഏലിയാവ് ആഹാബിനോട് പറയുന്ന സന്ദേശത്തിൽ, മഴ നിന്നെ തടുക്കാതിരിക്കേണ്ടതിന് നീ വേഗം രഥം കെട്ടിപ്പോയിക്കൊള്ളുക, ഞാൻ വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു എന്നാണ്. പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിന് അവൻ കേൾക്കുന്ന പ്രാർത്ഥന മുറിയിൽ താൻ കേൾക്കുന്ന ശബ്ദം, പ്രാർത്ഥനയ്ക്ക് വേണ്ടി താൻ മുഴങ്കാൽ മടക്കിയപ്പോൾ 3.5 സംവത്സരങ്ങൾക്ക് മുമ്പ് താൻ എന്തു പ്രാർത്ഥിച്ചുവോ ആ പ്രാർത്ഥനയ്ക്ക് വ്യത്യസ്തമായൊരു പ്രാർത്ഥനയാണ് പ്രവാചക ദിവസങ്ങളിൽ കഴിക്കുന്നത്. അത് ദീർഘസമയമാണ്. എത്ര സമയം പ്രാർത്ഥിച്ചു എന്ന് തിരുവെടുത്ത് രേഖപ്പെടുത്തുന്നില്ല. ഇന്ന് പകലിലും ചില വിഷയങ്ങളുടെ മുമ്പിൽ ദീർഘസമയങ്ങൾ, ദീർഘ ദിവസങ്ങൾ അല്ലെങ്കിൽ മാസങ്ങൾ, വർഷങ്ങളൊക്കെ ചിലപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് വരാം. എന്നാൽ മടുത്തു പോകാതെ കർത്തൃസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായിട്ടും
മറുപടി നൽകും. അവിടെ ഏലിയാവിൻ്റെ പ്രാർത്ഥന ഒരാവർത്തി, രണ്ടാവർത്തി, അങ്ങനെ 6 ആവർത്തിയും പ്രാർത്ഥിക്കുമ്പോൾ, 6 പ്രാവശ്യം താൻ പ്രാർത്ഥിക്കുമ്പോൾ അതിന് പ്രാർത്ഥനയുടെ ഒരു മറുപടിയോ ഒരു അടയാളമോ അതിനു വേണ്ടി ദൈവം പ്രവർത്തിക്കുമെന്നുള്ളൊരു ലക്ഷണമോ ഒന്നും തനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തൻ്റെ പ്രാർത്ഥന നിർത്തിയില്ല. ദൈവം തനിക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി കാണിക്കുവോളം, ദൃശ്യമായ ഒരു അടയാളം ലഭിക്കുവോളം താൻ ദൈവസ്ഥനിൽ പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലിനെ സംബന്ധിച്ച് അവനൊരു പ്രാർത്ഥനയുടെ മറുപടിയുടെ മുഴക്കങ്ങൾ, ഒരു ദൈവശബ്ദം അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ, പ്രാർത്ഥന ഇടത്ത് അവൻ്റെ കാതുകളിൽ, അവൻ്റെ അന്തരാത്മാവിൽ അവന് കേൾക്കുവാൻ, ഗ്രഹിക്കുവാൻ കഴിയും. ഇന്ന് പകലിൽ ഏതെങ്കിലും വിഷയങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ചിട്ട്, ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ട് എനിക്ക് മറുപടി ലഭിക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുവെങ്കിൽ, നാം മടുത്തു പോകാതെ ഈ ദിവസങ്ങളിൽ നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മറുപടി കർത്താവിങ്കിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ഇവിടെയായിത്തീരും. ഏലിയാവിൻ്റെ ജീവിതത്തിൽ, നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിൻ്റെ ജീവിതത്തിൽ ദീർഘമണിക്കൂറുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ, ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വേണ്ടി അവൻ സമയം ചെലവഴിച്ചു. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ലഘുവായ ഹ്രസ്വമായ ഒരു പ്രാർത്ഥനയെ ഏലിയാവ് കഴിച്ചിട്ടുള്ളൂ. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുമ്പോൾ, കർമ്മേലിൽ ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെയൊക്കെ പണിതുകൊണ്ട് അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, യഹോവേ നീ ദൈവമെന്നും ഇത് ഞാൻ നിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നു എന്നൊക്കെ വെളിപ്പെട്ട് വരേണ്ടതിന് ഉത്തരണമരളയണമെന്നുള്ള തൻ്റെ പ്രാർത്ഥന, ആ വാക്യം നാം വായിക്കുകയാണെങ്കിൽ ഏതാണ്ട് 30 സെക്കൻഡ് ഉളവാകുന്ന ഒരു പ്രാർത്ഥനയാണ്, ലഘുവായ ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ സ്വർഗം തുറന്ന് അഗ്നി ഇറങ്ങി അവൻ ദൈവസന്നിധിയിൽ കഴിച്ച യാഗം ദഹിപ്പിച്ച് ദൈവത്തെ പ്രസാദിച്ച്, ദൈവം യഹോവയാണ് ദൈവമെന്ന് അവനിക്ക് ആ പ്രാർത്ഥനയിൽ ദൈവം ഉത്തരം നൽകുന്നതായിട്ട് കാണാൻ കഴിയും. ചില സമയങ്ങളിൽ നമുക്ക് രഹസ്യ പ്രാർത്ഥനകൾ അനവധി സമയങ്ങൾ നമുക്ക് ചെലവിടേണ്ടി വന്നാലും, നമ്മുടെ പരസ്യ പ്രാർത്ഥനകൾ അത് ലഘുവാണെങ്കിലും അതിന് ഉത്തരം തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. രഹസ്യമായി പ്രാർത്ഥനകൾക്ക് വേണ്ടി ദിവസം ചെലവിടുന്ന ദൈവത്തിൻ്റെ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങളുടെ മുമ്പിൽ പരസ്യമായി അവൻ അധികം പ്രാർത്ഥിക്കേണ്ടി വരികയില്ല. അവൻ്റെ ചെറിയ പ്രാർത്ഥനകൾക്ക് പോലും ഉത്തരം നൽകുന്ന, വിടുതൽ നൽകുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഇവിടെ യാക്കോബ് അപ്പോസ്തലൻ പറയുകയാണ്, നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവ്, അവൻ മഴ പെയ്യേണ്ടതിന് അവൻ വീണ്ടും ദൈവത്തിനെ പ്രാർത്ഥിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ അവന് പ്രാർത്ഥിച്ചത്, കർത്താവ് ഈ ജനം മാനസാന്തരപ്പെടേണ്ടതിന് നീ മഴയെ അയക്കരുത്, നീ മഴയെ തടുക്കണമെന്നാണ് പ്രാർത്ഥിച്ചെങ്കിൽ, അന്ന് വ്യത്യസ്തമായിട്ടാണ് തൻ്റെ ഇപ്പോഴത്തെ പ്രാർത്ഥന. അവൻ വീണ്ടും പ്രാർത്ഥിക്കുന്നത് ആകാശത്തുനിന്ന് കർത്താവ് നീ മഴ അയക്കണമെന്നാണ്. ചില പ്രാർത്ഥനകളിൽ നിന്നും നാം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കൊക്കെ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമ്മുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നാം പ്രാർത്ഥിച്ചതിൽ നിന്നും വിപരീതമായൊരു പ്രാർത്ഥനയാകാം ഇപ്പോൾ നാം കഴിക്കേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നാം നിരാശപ്പെടേണ്ടതില്ല. അന്ന് മഴ പെയ്യരുത് എന്നാണ് പ്രാർത്ഥിച്ചെങ്കിൽ, ഇന്ന് ഏലിയാവ് മഴയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ചില നന്മകൾ, ചില കാര്യങ്ങൾ നടക്കരുത്, അങ്ങനെ സംഭവിക്കരുതെന്നൊക്കെയാണ് ചിലപ്പോൾ നാം പ്രാർത്ഥിച്ചതെങ്കിൽ, ഇന്ന് നമ്മൾ ചിലപ്പോൾ അതിന് വിപരീതമായി കർത്താവ് നടക്കണമേ, അത് സംഭവിക്കണമേ എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ നിലയിൽ പ്രാർത്ഥിക്കേണ്ട ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ടാകാം. എന്നാൽ അതിന് മധ്യത്തിൽ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ദൈവപ്രവൃത്തി അതിന് മധ്യത്തിൽ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുവാൻ, നിവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. നമ്മുടെ രഹസ്യ പ്രാർത്ഥനകളുടെ സമയങ്ങൾ ദീർഘമാകട്ടെ. അങ്ങനെ ദീർഘമായി രഹസ്യമായി പ്രാർത്ഥിക്കുന്നൊരു ഭക്തന് താൻ പരസ്യമായി നേരിടുന്ന വെല്ലുവിളികളുടെ നടുവിൽ
പരസ്യമായി ലഘുവായി പ്രാർത്ഥിച്ചാലോ ഉത്തരം നൽകുന്നൊരു കർത്താവുണ്ട്. ചിലപ്പോൾ ഒരു 1-2 വാക്കുകളാകാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നതെങ്കിലും അതിന്മേൽ പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാർത്ഥന, ലഘുവായ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന കർത്താവ്, ദീർഘമായ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന കർത്താവ്, നമ്മുടെ പരസ്യ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന കർത്താവ്, നമ്മുടെ രഹസ്യ പ്രാർത്ഥനകൾക്കും അവൻ മറുപടി നൽകുന്ന കർത്താവാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഭരിക്കട്ടെ. ഏലിയാവിൻ്റെ പ്രാർത്ഥന അനുഭവങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ ഉത്തരം ലഭിക്കുവോളം താൻ ദൈവത്തിന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. ഇന്ന് പകലിൽ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം. അത് വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന ശ്രദ്ധയോടെ നാം പ്രാർത്ഥിക്കണം എന്നുള്ളതാണ്. ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ സമയ വ്യത്യസ്തത, താൻ ആ യാഗപീഠം, ഒരു പുതിയ യാഗപീഠം പണിത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയോ ദൈവത്തിൽ നിന്ന് ഉത്തരം പ്രാപിക്കുകയോ അല്ല ചെയ്തത്. തൻ്റെ ജീവിതത്തിൽ താൻ ഒരു ദൈവപ്രവർത്തിക്കായി കാത്തിരിക്കുമ്പോൾ ഇടിവുകളെ, ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ താൻ പുതുക്കിപ്പണിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇടിവുകളെ നികത്തി ഇസ്രായേൽ ഗോത്രത്തിൻ്റെ സംഖ്യയ്ക്കൊത്ത് 12 കല്ലുകളെടുത്ത്, കത്തി തൊടാത്ത ആമെ കല്ലുകളെടുത്ത് പ്രമാണത്തിൽ പറയുന്നത് വിധത്തിൽ അനുസരണമായിട്ടൊക്കെ ഏലിയാവ് ആ യജ്ഞപീഠം അല്ലെങ്കിൽ യാഗപീഠം താൻ പണിയുന്നതായിട്ട് കാണാൻ കഴിയും. നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവസ്ഥലിൽ മുട്ടുകളെ മടക്കുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമെങ്കിൽ നാം പുതിയതൊന്ന് ചെയ്യുന്നതിനേക്കാൾ ദൈവം എപ്പോഴും പ്രസാദിക്കുന്നത് എവിടെയാണോ നമുക്ക് വീഴ്ച സംഭവിച്ചത്, എവിടെയാണോ ഇടിവുകൾ സംഭവിച്ചത്, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനൊരു ക്രമീകരണം വരുത്തുവാൻ, അതിനൊരു ശരിയായ നിലയിൽ അതിനൊരു ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഒരു സമാധാനമുണ്ടാക്കിക്കൊണ്ട് നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം പറയുന്ന ഇടങ്ങളിൽ, നാം പണിയപ്പെടേണ്ടുന്ന ഇടങ്ങളിൽ പണിയപ്പെട്ടവരായി നാം ദൈവത്തിനെ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ മധ്യത്തിൽ ഒരു ദൈവപ്രവൃത്തി തീർച്ചയായിട്ടും വെളിപ്പെടും. അങ്ങനെയുള്ള പ്രാർത്ഥനയിലാണ് നമ്മുടെ കർത്താവ് പ്രസാദിക്കുന്നത്. ഇവിടെ ഏകനായി പ്രാർത്ഥിക്കുമ്പോഴും കഷ്ടമനുഭവിക്കുന്ന പ്രാർത്ഥിക്കുന്നുവെങ്കിലും സഭയുടെ പ്രാർത്ഥനയും കർത്താവ് കേൾക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് പലപ്പോഴും മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ അതിൻ്റെ 15-ാം വാക്യത്തിൽ നാം വായിച്ചതുപോലെ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കത്തക്കവണ്ണം പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവസ്ഥലം പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കുവാൻ തടസ്സം നമ്മുടെ അവിശ്വാസമാകാം. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കാനുള്ള തടസ്സം നമ്മുടെ പാപങ്ങളാകാം, നമ്മുടെ രഹസ്യ പാപങ്ങളോ, അല്ലെങ്കിൽ നാം ക്ഷമിക്കപ്പെടാത്ത പാപങ്ങളോ, അല്ലെങ്കിൽ നാം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാത്ത പാപങ്ങളൊക്കെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് പലപ്പോഴും തടസ്സമാകുവാൻ സാധ്യതകളുണ്ട്. അതുകൊണ്ട് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ ഇടിവുകളെ, നമ്മുടെ കുറവുകളെ പരിഹരിച്ചവരായി നാം പ്രാർത്ഥനയ്ക്ക് വേണ്ടി മുട്ടുകളെ മടക്കിയാൽ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മുടെ സമയങ്ങളെ നാം വേർതിരിച്ചാൽ തീർച്ചയായിട്ടും അതിന് മധ്യത്തിലൊരു ദൈവപ്രവൃത്തി നമ്മുടെ കർത്താവ് ചെയ്യുവാൻ വിശ്വസ്തനാണ്. അവൻ നമുക്ക് വേണ്ടി അവൻ വലിയവ ചെയ്യുവാൻ ഇടയായിത്തീരും. ഏലിയാവിനോടുള്ള ബന്ധത്തിൽ ഏലിയാവ് അങ്ങനെയുള്ളൊരു പ്രാർത്ഥനയാണ് ദൈവസ്ഥനിൽ കഴിച്ചത്. ഏലിയാവിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. താൻ കടന്നുപോയ സാറാഫത്തിലെ വിധവയുടെ മകൻ മരിച്ചപ്പോൾ അവനെ തൻ്റെ റൂമിലേക്ക് കൊണ്ടുവന്ന് അവന് വേണ്ടി കവിണ് വീണ് ദൈവസ്ഥനെ പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാൻ കഴിയും. ആ മകനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചവനായി അവൻ്റെ അമ്മയ്ക്ക് തിരികെ നൽകുന്നതായിട്ട് കാണാൻ കഴിയും. മരിച്ചവരെ ഉയർപ്പിക്കത്തക്കവണ്ണം പ്രാർത്ഥനയുടെ ശക്തി അത്രയും വലിയതാണ്. പ്രാർത്ഥിക്കുന്നവൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ
മരണസമാധാനമായ മരണസമമായ വിഷയങ്ങളുടെ മധ്യത്തിലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ശക്തനാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് സമസ്വഭാവമുള്ള ഏലിയാവിനുണ്ടായിരുന്നു. തൻ്റെ കാലഘട്ടത്തിലോ തനിക്ക് മുമ്പിലോ ആരും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ മരിച്ചവരെ മരണത്തിൽ നിന്ന് അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന ഒരു ചരിത്രം പോലും തനിക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഏലിയാവ് മരിച്ച ബാലന് വേണ്ടി പ്രാർത്ഥിച്ച് അവന് പ്രാണൻ അവനിൽ മടങ്ങി വരത്തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ അവനിൽ വ്യാപരിക്കത്തക്കവണ്ണം ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥന കേട്ടുവെങ്കിൽ ഈ സന്ദേശം കേൾക്കുന്ന ഒരു ദൈവത്തിൻ്റെ പൈതലേ, വീണ്ടും വീണ്ടും അങ്ങനെയുള്ള വിഷയങ്ങളുടെ മധ്യത്തിൽ അസാധ്യങ്ങളുടെ മുമ്പിൽ പ്രാർത്ഥിപ്പാൻ സർവശക്തനായ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു. കർത്താവ് അവൻ്റെ പ്രാർത്ഥന കേട്ടുവെങ്കിൽ ഈ പകൽ ആ കർത്തുകരങ്ങൾ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന നിന്റെ ജനത്തിന് അവരുടെ പ്രാർത്ഥനകൾക്ക് കർത്താവ് മറുപടി നൽകണമേ. നിന്റെ ജനത്തിൻ്റെ ദീർഘമായ പ്രാർത്ഥനയ്ക്കും ലഘുവായ പ്രാർത്ഥനയ്ക്കും ഉത്തരം നൽകുന്ന കർത്താവ്, ഞങ്ങളുടെ രഹസ്യ പ്രാർത്ഥനകൾക്കും ഞങ്ങളുടെ പരസ്യ പ്രാർത്ഥനകൾക്കും കർത്താവ് ഉത്തരം നൽകുന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ശ്രദ്ധയോടെ പ്രാർത്ഥിപ്പാൻ സ്വർഗ്ഗദൈവം സഹായിക്കണമേ. പ്രാർത്ഥനയുടെ മറുപടികൾ കണ്ട് സന്തോഷിക്കുവാൻ ജനത്തെ സഹായിക്കണമേ. അവരുടെ പ്രാർത്ഥന വിഷയങ്ങളുമേൽ സ്വർഗം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ.